ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും രാവിലെ തന്നെ എണീറ്റിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല കേട്ടോ. എന്നാൽ പിന്നെ അവരവിടെ കിടന്നുറങ്ങിക്കോട്ടെ, നമുക്ക് ബാക്കി പണികളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. കാരണം അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കൂല. ചാച്ചന് ഇന്നും ലഞ്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം, എന്നാലേ ചടപടയെന്ന് പണിയൊക്കെ കഴിയുള്ളൂ. തലേദിവസം തന്നെ രാത്രി ചോറും അതേപോലെ മീൻകറിയും പിന്നെ മുരിങ്ങാക്കോലും ചക്കക്കുരു ഇട്ട് വെച്ച കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെളുപ്പിനെ എണീറ്റിട്ട് ആകെ ഉണ്ടായിരുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തിളപ്പിച്ച് വയ്ക്കുക, അതേപോലെ മീൻ വറുക്കുക. ഈ വറുക്കാനും പൊരിക്കാനുള്ളത് മാത്രമാണ് സ്പോട്ടിൽ ചെയ്യുള്ളൂ. ചാറുകറിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തലേദിവസം റെഡിയാക്കി വയ്ക്കും. എന്നാൽ പിന്നെ നമുക്കധികം പണി ഒഴിഞ്ഞ് കിട്ടുമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് ഈ സജഷൻസ് തരൂല്ലേ, അത് ചെയ്യ്, ഇത് ചെയ്യ്, ഉപ്പ് കുറഞ്ഞല്ലോ, ഉപ്പ് കൂടിയല്ലോ, അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ. ചിലപ്പോൾ നല്ലതിനായിരിക്കും പറയുന്നതുണ്ടാവുക, എന്നാലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ആ ഒരു ട്രാക്കും പോവും, ആകെ മൊത്തം കൺഫ്യൂഷനാവും, ചിലപ്പോൾ കറി കൊളായെന്നും വരും. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പൊതുവേ സ്ത്രീകൾക്ക് ഈ കിച്ചണിൽ കയറുമ്പോൾ വേറെ ആരും വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണത് ഇഷ്ടപ്പെടുന്നതല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ടാവാതിരിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരുവിധം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡോണു എണീറ്റ് വന്നു കേട്ടോ. എന്തേ ഇത്ര വൈകി എണീക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചെക്കനെ എണീറ്റു. എനിക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡേ വശമുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ കിടന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ കിടന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ നല്ല പാടായിട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഈ ബുൾസൈ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബുൾസൈ ഉണ്ടാക്കൽ എന്തായാലും നിർത്താൻ പോവാണ്, കാരണം ചാച്ചന് കഫക്കെട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും മുട്ടയുടെ ഉണ്ണി ഒന്നിൽ കൂടുതൽ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് ദേ വന്ന പോലെയാണ് ചാച്ചന് വരാട്ടോ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ അവനെ സ്ലാബും ഇരുത്തി. ഇങ്ങോട്ട് മുന്നുകുത്തി വീഴില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്കുണ്ട് കേട്ടോ. പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണ് അവനവിടെ ഇരുത്തിയത്. പക്ഷെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് പലതും വലിച്ചു വരാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനങ്ങോട്ട് എടുത്ത്. പിന്നെ ചാച്ചനുള്ള കോഫിയും റെഡിയാക്കിയിട്ട് നേരെ കൊണ്ട് കൊടുത്തു കേട്ടോ. പപ്പേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ താഴെ ഇറങ്ങും, ചിലപ്പോൾ പപ്പയുടെ കയ്യിലും പോകും കേട്ടോ. അങ്ങനെ ചാച്ചൻ റെഡിയായി ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഉമ്മയൊക്കെ തന്നിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടോ. ഏതുമോൻ ഇതൊന്നും അറിയാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. അങ്ങനെ അതെ അവനെ എണീപ്പിക്കാണ്ട് ഡോണുവിനെ അപ്പുറത്തേക്ക് ആക്കിയിട്ട് ഞങ്ങളും ഒന്ന് സുഖനിദ്രയിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒന്ന് സുഖനിദ്രയിൽ പോയി ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ഒരാൾ ടോയ്സൊക്കെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.